പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹോം ടൂർ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഈ ബാക്ക് സൈഡിലേക്ക് കാണുന്ന ഈ മനോഹരമായിട്ടുള്ളൊരു വീട് പട്ടാമ്പിയിൽ ആറങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത്. നമ്മളൊരു ഫോളോവർ വീടാണ്, ആഷിഫ് എന്നാണ് നമ്മളൊരു ഫോളോവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് വിൻഡോ കർട്ടൻസ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ഫോളോവറാണ്. അപ്പോൾ 2200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് വീട് ടോട്ടലായിട്ടൊന്ന് കാണാം. ഏകദേശം 75 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഒരു വീടാണ് ഈ വീട്. 2200 സ്ക്വയർ ഫീറ്റിലുള്ള വീട്. അപ്പോൾ ടോട്ടലി നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ, ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കണ്ടാലോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലത്തെ ഒരു ഡിസൈനിലുള്ള മതിലാട്ടോ ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളറാണ് മതിലിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 എൻട്രി മുറ്റത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു എൻട്രി ഇവിടെ ചെറിയൊരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ എൻട്രൻസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വുഡൻ ഫിനിഷിലുള്ള മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ബോർഡറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ സ്ലൈഡിങ് ഡോറ് ഗേറ്റ് കടന്ന് നേരെ മുറ്റത്തെത്തുമ്പോൾ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത ഈ മതിലുണ്ടല്ലോ, ഇത് റെഡിമെയ്ഡ് മതിലാട്ടോ, കോൺക്രീറ്റ് മതിലാണ്. അതിൽ ഇഷ്ടികൻ്റെ ഒരു ഡിസൈനിലുള്ള ഒരു മതിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പേൾ ഗ്രാസ് വിരിച്ചിട്ടുണ്ട്, കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ നോക്കുമ്പോൾ ഈ വലതു ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ടോ പോർച്ച് വരുന്നത്. ഓക്കെ, സെൻട്രലായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ ഈ ഒരു ഭാഗത്ത് കൊടുത്തത് കണ്ടില്ല, ഒരു ഗ്ലാസ്സിലാണ് ഈ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇത് GI പൈപ്പിൽ പെയിൻ്റ് ചെയ്തതാണ് ഈ ഒരു പോർഷൻ. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടോട്ടലി പെയിൻറ്റ് വൈറ്റ് കളറാണ് ഇവിടെ കണ്ടത്. ഈ ഒരു പോർഷനിൽ ഗ്രീൻ കളറിലാണ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഷോ വാൾ മുകളിൽ വരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലാറ്റായിട്ട് ഈ ഒരു വിൻഡോക്ക് ഒരു സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കുറച്ച് നാച്ചുറൽ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം, ബാക്കി കാഴ്ചകളൊക്കെ കാണാം. എക്സ്റ്റീരിയർ പറഞ്ഞത് ഈ ഒരു ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വീടിൻ്റെ വലതുഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ പൈപ്പ് ഇങ്ങനെ ഈ ഒരു വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സിറ്റ് ഔട്ടിലേക്കുള്ള എൻട്രി വരുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഈ സ്റ്റെപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് ലപ്പോത്രയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലോറിൽ കൊടുത്ത ടൈല് ഇറ്റാലിയൻ മാർബിളിൻ്റെ അതേ ഫീലിലുള്ള ടൈലാണ് ഈ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് വുഡൻ GI പൈപ്പിൽ വുഡൻ പെയിൻറ്റ് ചെയ്തതാണ് ഈ ഒരു പോർഷൻ. ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ഔട്ടിൽ ഇതുപോലത്തെ 2 ചെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അകത്തേക്ക് കയറാം. ഇതുപോലത്തെ ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ഈ ഡോറിന് കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ എത്തുന്നത് ഈ ലിവിങ് ഏരിയയിലാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ലിവിങ് ഏരിയയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വൈറ്റ് കളറിലുള്ള മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് വുഡൻ കളറിലുള്ള മൈക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് സോഫ കൊടുത്തിട്ടുള്ളത്. L ഷേപ്പിലുള്ള ഒരു ബ്രൗൺ കളർ ഫാബ്രിക്കിലുള്ള കോർണർ സോഫയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ചെയ്ത കർട്ടൺ റോമൻ കർട്ടനാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ടെക്സ്ചർ പോലത്തെ ഒരു ഡിസൈനിൽ വരുന്ന ക്രീം കളറിലുള്ള കർട്ടനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ ടോട്ടലി വുഡൻ ഡാർക്ക് വുഡൻ മൈക്ക് യൂസ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലൈറ്റ് കളർ കർട്ടനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ കൊടുത്ത ജിപ്സം സീലിംഗ് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ഡിസൈനാണ്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് ഇതുപോലെ ഒരു വുഡൻ പാനലിങ് പോലെ വുഡൻ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ലൂവേഴ്സും ആ ഒരു ഡിസൈനിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലോറിൽ പിന്നെ നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിൽ കണ്ട സെയിം ടൈൽ തന്നെയാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പോകുമ്പോൾ ഈ ഒരു പാസേജിലായിട്ട് ഇതുപോലെ ഫ്രെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കോട്ടയാട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒരു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരെ ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ എത്തുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് എത്തുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, വുഡൻ ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിപ്സം സീലിംഗ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് വരുന്നത്. ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെയറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. ഈ വാഷ് ബേസിൻ്റെ ഈ ഒരു വാളിലായിട്ട് ക്ലാഡിങ് ടൈല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോ നമ്മൾ റോമൻ കർട്ടനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ലിവിങ് ഡൈനിങ് ഏരിയ കണ്ടു കഴിഞ്ഞു. ഈ വീട്ടിൽ 3 ബെഡ്റൂംസ് ആയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ്, ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂം.
അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസ് കാണാം. നമ്മൾ നേരെ ലിവിങ്ങിൽ നിന്ന് കയറി വന്നപ്പോൾ ഇവിടെ ഒരു കോർട്ട്യാർഡ് കണ്ടല്ലോ. ഈ കോർട്ട്യാർഡ് വഴി ഈ ഒരു പാസേജ് വഴി വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു പാസേജ് കണ്ടില്ല, ഒരു എൽ ഷേപ്പിലുള്ള ഒരു പാസേജാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് കോർട്ട്യാർഡ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കോർട്ട്യാർഡ് ചുറ്റിയിട്ട് വന്ന് ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഓക്കെ, ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴേ ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറിലുള്ള പെയിൻ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വിൻഡോ കർട്ടൻസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അതൊരു ക്രീം കളറിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഡാർക്ക് വുഡൻ കളറിലുള്ള ഒരു ഫ്രെയിം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വൈറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രീം കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഡോറ് വൈറ്റ് കളറിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോട്ട് സെൻറ്ററിലാണ്, സെൻറ്ററിൽ 2 സൈഡിലായിട്ട് സൈഡ് ടാബിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ റൂമിൽ കൊടുത്ത ജിപ്സം സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. പിന്നെ ഡ്രസ്സിങ് ഏരിയ ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോറ് വൈറ്റ് കളറിലുള്ള മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി വുഡൻ ഫിനിഷിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമ്മൾ നേരെ ഈ ഒരു കോർട്ട്യാർഡ് വഴി വന്ന് കഴിഞ്ഞാൽ നേരെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞു. നേരെ ഈ ഭാഗത്തായിട്ടാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. ഓക്കെ, ഈ ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേപോലെ തന്നെ സെൻട്രലായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ജിപ്സം സീലിംഗ് ഡിസൈൻ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വാള് നേരത്തെ നമ്മൾ കണ്ട ബെഡ്റൂമിൽ കണ്ട അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറിലുള്ള പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വിൻഡോ കർട്ടൻസ് നേരത്തെ റൂംസിൽ കണ്ട അതേപോലെ തന്നെ സീബ്ര ബ്ലൈൻസ് ഐവറി ക്രീം കളറിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോ സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്താണ് വരുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ ഫിനിഷിലുള്ള മൈക്കാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. വൈറ്റ് കളറിലുള്ള മൈക്കാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ 2 ബെഡ്റൂംസ് കണ്ടു, ഡൈനിങ് ഏരിയ കണ്ടു, ലിവിങ് കണ്ടു അല്ലേ. ഇനി കാണാനുള്ളത് കിച്ചണാണ്. അപ്പോൾ കിച്ചൺ നമ്മൾ നേരെ ഈ ബെഡ്റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ ഡൈനിങ് ഏരിയ ലിവിങ് ഒക്കെ കണ്ടു കഴിഞ്ഞ് വന്നു. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത് കേട്ടോ. കിച്ചണിൻ്റെ ഒരു ഡോർ കണ്ടില്ല, ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. വുഡൻ ഫ്രെയിം കൊടുത്തിട്ട്. അപ്പോൾ കിച്ചണിലേക്ക് കയറാം. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഫ്ലോറിങ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ എല്ലാ ഏരിയസിലും കണ്ട സെയിം ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിങ് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ഇറ്റാലിയൻ മാർബിളിൻ്റെ അതേ ഫീലുള്ള ഒരു ഫ്ലോറിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ വന്നു കഴിഞ്ഞാൽ കിച്ചൺ ഇതുപോലത്തെ ഒരു കിച്ചണാണ്. ഇവിടെ ഡാർക്ക് ഗ്രേ കളറിലുള്ള ഒരു കളറിലാണ് ഇവിടെ ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് വരുന്നുണ്ട്. മുകളിൽ വരുന്ന ക്യാബിൻസൊക്കെ വൈറ്റ് കളറാണ്. ടോട്ടലി ഒരു വൈറ്റ് കൺസെപ്റ്റാണ്. ഇവിടെ ടൈല് കൊടുത്തതൊക്കെ വൈറ്റ് കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കൊടുത്ത കർട്ടൻ സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അതൊരു ഡാർക്ക് കളറിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ടോട്ടലി ഗ്രൗണ്ട് ഫ്ലോറൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി അടുത്തത് കാണാനുള്ളത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് കാണാനുള്ളത്. നേരെ നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ മുകൾക്ക് കയറുമ്പോൾ ഈ ഒരു സ്റ്റെയറിലായിട്ട് താഴെ വിരിച്ചിട്ടുള്ളത് ടൈലാണ് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വുഡൻ്റെ അതേ ഫീൽ തോന്നും, പക്ഷേ ഇത് ടൈലാണ് ഈ താഴെ വിരിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് റെയിൽ, വുഡൻ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നേരെ കയറി കഴിയുമ്പോൾ ഈ ലാൻഡിങ് സ്പേസിലായിട്ട് ഈ പോർഷനിൽ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇത് നമ്മൾ സീബ്ര ബ്ലൈൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ട പോലത്തെ ക്രീം കളറിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കാണാം. നേരെ മുകളിലായിട്ട് ജിപ്സം സീലിംഗ് ഡിസൈൻ കാണാം. അങ്ങനെ സ്റ്റെയറൊക്കെ കയറി നമ്മൾ മുകളിലെത്തി. മുകളിലും ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് താഴെ ചെയ്ത സെയിം ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കൊടുത്ത ജിപ്സം സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ്. പിന്നെ താഴത്തെ നമ്മൾ കണ്ട കോർട്ട്യാർഡ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് മുകൾ വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ മുകൾ പോർഷനിലായിട്ട് ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള ബോർഡറായിട്ട് പ്ലൈവുഡിൽ വുഡൻ കളറിലുള്ള മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടോപ്പ് ഹാളിൽ ഈ ഭാഗത്ത് വലിയൊരു വിൻഡോ വരുന്നുണ്ട്, ഒരു 4 കള്ളി വിൻഡോ. ഇതും നമ്മൾ സീബ്ര ബ്ലൈൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ക്രീം കളറിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോ നമ്മൾ സീബ്ര ബ്ലൈൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ മുകളിൽ വരുന്ന ബാൽക്കണി ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതും വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സിറ്റിംഗ് ഏരിയ, ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് GI പൈപ്പിൽ ടോപ്പിൽ റൂഫിൽ ഗ്ലാസ് കൊടുത്തൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ
ഇത് ലെങ്തി ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ബ്ലാക്ക് പെയിൻ്റാണ് ഈ ഒരു പൈപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മുകളിൽ ഒരു ബെഡ്റൂമാണുള്ളത്, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസാണുള്ളത്. അങ്ങനെ ടോട്ടലി 3 ബെഡ്റൂം, 3 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ മുകളിൽ വരുന്ന ബെഡ്റൂം ഇതാ ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് സൈഡിലായിട്ടാണ്, വീടിൻ്റെ മുൻഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമൊക്കെ നേരത്തെ നമ്മൾ കണ്ട ബെഡ്റൂംസിലൊക്കെ കണ്ട പോലെ തന്നെ ഈ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ കളറിലുള്ള പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലായിട്ട് ഇതാ വൈറ്റിൽ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർട്ടൻ സീബ്ര ബ്ലൈൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ട് സെൻട്രലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹെഡ് ബോർഡ് വരുന്നത് ഗ്രേ കളറിലുള്ളൊരു ഹെഡ് ബോർഡാട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ബെഡിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഡിസൈനാണ്. പിന്നെ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത് ഇതാ ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. പിന്നെ 2 വിൻഡോസ് നമ്മൾ നേരത്തെ റൂംസിലൊക്കെ കണ്ട അതേപോലെ തന്നെ സീബ്ര ബ്ലൈൻസ്, ക്രീം കളറിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്ന ജിപ്സം സീലിംഗ് ഡിസൈൻ ഇതുപോലത്തെ ഒരു ഡിസൈനാണ്. പിന്നെ ഈ ഭാഗത്താണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഗ്രേ കളറിലുള്ള ഒരു മൈക്കാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ഇവിടെ വുഡൻ മൈക്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീട് ടോട്ടലായിട്ട് കണ്ടു കഴിഞ്ഞില്ലേ. 2200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച പട്ടാമ്പി ആറങ്ങോട്ടുകാരുള്ള വീടാട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് വിൻഡോ കർട്ടൻസ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഫോളോവർ വീടാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെയാ വെച്ചാൽ വിൻഡോ കർട്ടൻസ്, സോഫ, വാൾപേപ്പർ, മാട്രിക്സ് തുടങ്ങിയിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ആണ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ് നമ്മൾ ഓഫീസുള്ളത്. അപ്പോൾ നമ്മൾ കാണിച്ചപ്പോൾ വീട് ടോട്ടലായിട്ട് കാണിച്ചു. അപ്പോൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, താങ്ക് യു.